Hello everyone, welcome back once again. In the last class, we discussed a beautiful short story by A.J. Cronin. We already discussed the first part of the story. Ranaganchi was an old passenger ship sailing from Liverpool to Calcutta. It was overcrowded with 1,500 passengers who include British tourists, British Army officers and their families. The crew of the ship was Indian. The passengers were in a happy mood and they were celebrating day and night. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ദ സെറാങ് ഓഫ് റാണഗഞ്ചി. അതിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ഒരു റൈസിസ്റ്റ് കമൻറ്റ്, ഒരു ഇന്ത്യൻ സെറാങ്ങിനെ കുറിച്ച് ജോബ് സ്മിത്ത് എന്ന ലേഡി തൻ്റെ കൂട്ടുകാരനോട് നടത്തുന്ന റൈസിസ്റ്റ് കമൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ വരുന്നത്. മാഡ്ജ് ജോബ് സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ, ഒബ്വിയസ്ലി ഓവർ 30. ഇനി ആ ലേഡിയുടെ പ്രത്യേകത പറയാണ്. മാഡ്ജ് ജോബ് സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. ത്രസ്റ്റിംഗ് എന്നുള്ള ഒരു പുതിയ വേർഡുണ്ട്. ഫോഴ്സിങ് എന്നുള്ള അർത്ഥമാണ്. ഫോഴ്സിങ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ജോബ് സ്മിത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലേഡിയാണ് മാഡ്ജ് ജോബ് സ്മിത്ത് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഓവർ 30. ഒബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ ക്ലിയർലി, വ്യക്തമായിട്ടും എന്നുള്ള അർത്ഥമാണ്. ഓവർ 30, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ലേഡിയാണ് മാഡ്ജ് ജോബ് സ്മിത്ത് എന്ന് പറയുന്നത്. ഗോട്ട് അപ്പ് ഇൻ എ ഡാഷിങ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. ഡാഷിങ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഡാഷിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗോട്ട് അപ്പ് ഇൻ എ ഡാഷിങ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. അപ്പോൾ അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ചെറുപ്പക്കാരിയാണെന്ന് ആകർഷിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലേഡി കൂടിയാണ് മാഡ്ജ് ജോബ് സ്മിത്ത് എന്ന് പറയുന്നത്. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ് ബട്ട് എ ബോർ. സ്നോബ് എന്ന് പറഞ്ഞാൽ വൺ ലുക്സ് ഡൗൺ അതേഴ്സ്, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ആൾക്കാരാണ് സ്നോബ് എന്ന് പറയാം. ഇനി അവളെക്കുറിച്ച് പറയാണ്. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ്. അവൾ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുന്ന അല്ലെങ്കിൽ പുച്ഛിച്ച് കാണിക്കുന്ന ഒരു ലേഡി മാത്രമല്ല, ബട്ട് എ ബോർ എന്ന് പറയാണ്. മറ്റുള്ളവരെ ബോറടിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു ലേഡി കൂടിയാണ് മാഡ്ജ് ജോബ് സ്മിത്ത് എന്ന് പറയുന്നത്. ആൻ അസേർട്ടീവ് ബോർ എന്ന് പറയാണ്. അസേർട്ടീവ് പറഞ്ഞാൽ സ്ട്രോങ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മറ്റുള്ളവരെ നന്നായി ബോറടിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു ലേഡി കൂടിയാണ് ആര്, മാഡ്ജ് ജോബ് സ്മിത്ത് എന്ന് പറയുന്നത്. വി റീച്ച്ഡ് പോർട്ട് സെയ്ദ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അവരെവിടെ എത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ യാത്രയിലാണുള്ളത്. ലിവർപൂളിൽ നിന്ന് തുടങ്ങി ഒരു ലോങ് വോയിച്ചാണ് കൽക്കത്തയിലേക്ക്. അങ്ങനെ അവർ സെയ്ദ് എന്നുള്ള ഒരു പോർട്ടിൽ, തീരത്ത് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, ഒരു പോർട്ടിൽ അവരെത്തിപ്പെട്ടു. എവ്രി വൺ വെൻറ്റ് അഷോർ എക്സൈറ്റഡ്ലി. ഇനി നെക്സ്റ്റ് പറയുന്നതാണ്, ഇപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി എന്ന് പറയാണ്. അപ്പോൾ ഒരു തുറമുഖത്തെത്തി. അവിടെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി അവിടെ കപ്പലിറങ്ങി.
കെയിം ബാക്ക് വിത്ത് സിൽക്സ്, ഷോൾസ്, സിഗരറ്റ്സ്, സെൻറ്റ് ആൻഡ് ജ്വല്ലറി. ഇനി അവിടെ ആ തീരത്ത് ഇറങ്ങിയെന്ന് മാത്രമല്ല, ദ പർച്ചേസ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ് എന്ന് പറയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു. എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അവിടെ. സിൽക്സ് എന്ന് പറയാണ്, പട്ടുവസ്ത്രങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഷോളുകൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷോളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സിഗരറ്റ്സ്, സെൻറ്റ് പറയുന്നുണ്ട്, പെർഫ്യൂംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ യാത്രയിലുള്ളത് എന്താണ്, ടൂറിസ്റ്റുകളാണെന്ന് പറഞ്ഞു, പിന്നെ ആർമി ഓഫീസേഴ്സൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പോർട്ട് സെയ്ദിൽ ഇറങ്ങിക്കൊണ്ട് വ്യത്യസ്തമായ വസ്തുക്കൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് കപ്പലിലേക്ക് മടങ്ങി വരുന്നത്. ദെൻ വി വെയർ ത്രൂ ദ റെഡ് സീ എന്ന് പറയാണ്. ഇനി നെക്സ്റ്റ് അവരുടെ യാത്ര റെഡ് സീയിലൂടെയാണ്, അല്ലേ? റെഡ് സീയിലൂടെയാണ് അവരുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. പാസ്റ്റ് ദ ബാരൻ റോക്സ് ഓഫ് ആഡൻ എന്ന് പറയാണ്. ഇനി ആഡൻ എന്നുള്ള പർവ്വത നിരകളുണ്ട്. ബാരൻ റോക്സ് ആണ്, അല്ലേ? നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള, അതിനാണ് ബാരൻ എന്ന് പറയാം. ഇനി ആഡൻ എന്നുള്ള പർവ്വതങ്ങളെയൊക്കെ അതിനൊക്കെ പാസ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ആൻഡ് ഔട്ട് അപ്പോൺ ദ വൈഡ് അറേബ്യൻ സീ എന്ന് പറയാണ്. ഇപ്പോൾ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറേബ്യൻ സീയുടെ പുറത്തിലൂടെ, മീൻസ് അറേബ്യൻ സീ തൊട്ടടുത്തല്ല, അതിൻ്റെ കുറേ ദൂരത്തിലൂടെയായിട്ടാണ് അവർ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അറേബ്യൻ സീ തന്നെയാണ്, അതിൻ്റെ കുറേ ദൂരത്തിലൂടെയാണ് ഈ സമയത്ത് അവർ യാത്ര ചെയ്യുന്നത്. ഓൺ ദ ഫോളോയിങ് മോർണിംഗ്, ആസ് ഐ ഹെൽഡ് മൈ കൺസൾട്ടേഷൻസ് ഇൻ ദ സർജറി അഡ്ജോയിനിങ് മൈ ക്യാബിൻ. അപ്പോൾ അടുത്ത ദിവസം ആസ് ഐ ഹെൽഡ് മൈ കൺസൾട്ടേഷൻ എന്ന് പറയാണ്. കൺസൾട്ടേഷൻ മീൻസ് എക്സാമിനേഷനാണ്, മെഡിക്കൽ ചെക്കപ്പ് ഓർ എക്സാമിനേഷൻ. അപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം എന്ത് നടത്തുകയാണ്, ഡോക്ടറായിട്ടുള്ള എ.ജെ. ക്രോണിൻ തൻ്റെ പരിശോധന ആരംഭിച്ചു. എവിടെയാണ്? ഇൻ ദ സർജറി എന്ന് പറയാണ്. സർജറി അവിടെ ചെക്കിംഗ് പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏത്? രോഗിയെ പരിശോധിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പരിശോധന ആരംഭിച്ചു. അതെവിടെയുള്ള? അഡ്ജോയിനിങ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്നർത്ഥം, നിയർ എന്നർത്ഥം. അഡ്ജോയിനിങ് എന്ന് പറഞ്ഞാൽ മൈ ക്യാബിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനടുത്തുള്ള തൻ്റെ പരിശോധന റൂമിൽ അദ്ദേഹം പരിശോധന ആരംഭിച്ചു. ദ സെറാങ്. ഇനി നമ്മുടെ കഥാനായകനിലേക്ക് നമ്മൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ സെറാങ്ങിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പിയേഡ് എന്ന് പറയാണ്. അപ്പിയേഡ് മീൻസ് പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥമാണ്. അപ്പോൾ തൻ്റെ പരിശോധനാ മുറിയിൽ ആര് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാണ്? താൻ തലേ ദിവസം കണ്ട ഹസൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രിങ്ങിങ് വിത്ത് ഹിം 2 ഓഫ് ഹിസ് ലാസ്കർ ഡെക്ക് ഹാൻഡ്സ് എന്ന് പറയാണ്. ഇനി അത് മാത്രമല്ല, അദ്ദേഹം എങ്ങനെയാണത് അദ്ദേഹത്തോടൊപ്പം ആ കപ്പലിലെ 2 ജോലിക്കാരെയുമായിട്ടാണ് അദ്ദേഹം എവിടേക്ക് വന്നത്? ഇദ്ദേഹത്തിൻ്റെ പരിശോധന മുറിയിൽ എത്തിയത്. ഹി ഇൻക്ലൈൻഡ് ഹിസ് ഹെഡ് ഇൻ എ റെസ്പെക്റ്റ്ഫുൾ സലാം ആൻഡ് അഡ്രസ്ഡ് മീ എന്ന് പറയാണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ചെയ്യാൻ ഇവിടെ ബോവിഡ് എന്നർത്ഥമാണ്. തല ഒന്ന് താഴ്ത്തി പിടിക്കില്ലേ? ഹി ഇൻക്ലൈൻഡ് ഹിസ് ഹെഡ്, അല്ലേ? അദ്ദേഹം തലയൊന്ന് താഴ്ത്തി പിടിച്ചു. ഇൻ എ റെസ്പെക്റ്റ്ഫുൾ സലാം, അല്ലേ? അപ്പോൾ തന്നെ ഒന്ന് അഭിവാദ്യം ചെയ്തു പറയണം. വളരെ ആദരവോട് കൂടി തല താഴ്ത്തിപ്പിടിച്ച് തന്നെ ഒന്ന് അഭിവാദ്യം ചെയ്തു. ആൻഡ് അഡ്രസ്ഡ് മീ, എന്നിട്ട് എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തോട്, അല്ലെങ്കിൽ എ.ജെ. ക്രോണിനോട് സംസാരിച്ചു. ഹിസ് വോയിസ് വാസ് ഹോയ്സ് എന്ന് പറയാണ്. ഇനി ഹസൻ്റെ പ്രത്യേകതകൾ പറയാണ്. ഹോയ്സ് എന്നാൽ റഫ് എന്നുള്ളടത്താണ്. ഇനി അവൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ഹസൻ്റെ ശബ്ദം പരുക്കമായ, അതിനാണ് ഹോയ്സ് എന്ന് പറയാം. പരുക്കമായ ശബ്ദത്തിനുടമയായിരുന്നു ഹസൻ. യെറ്റ് ഇറ്റ് ഹാഡ് എ സ്റ്റഡി അണ്ടർടോൺ എന്ന് പറയുന്നത്. എന്നാൽ പോലും കൃത്യമായ ഒരു സംസാര ശൈലി, പരുക്കമായിട്ടുള്ള ശബ്ദമാണെങ്കിൽ കൃത്യമായ ഒരു സംസാര ശൈലി കൂടി ആർക്കുണ്ടായിരുന്നു? ഹസന് ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. ഇനി വന്ന കാര്യം ഹസൻ അറിയിക്കാണ്. ഡോക്ടർ സാഹിബ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അഭിവാദ്യം ചെയ്യുന്നതല്ലേ വിളിക്കുന്നത്? എങ്ങനെയാണ്? ഡോക്ടർ സാഹിബ് എന്ന് വിളിച്ചോട് പറയാണ്. ഐ ഫിയർ എന്നാൽ ഞാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ ഹസൻ പേടിക്കുന്നു. എന്തിനെയാണ്? ദീസ് മെൻ ആർ സിക്ക്, ഇവർക്ക് എന്തോ രോഗമുണ്ട്, ഇവർ രോഗികളാകുന്നു എന്നുകൂടെ ആരറിയിക്കുകയാണ്? ഡോക്ടറായിട്ടുള്ള എ.ജെ. ക്രോണിനെ അറിയിക്കുന്നു. ഇനിയോ, ദ സീമെൻ സെർട്ടൻലി ഡിഡ് നോട്ട് ലുക്ക് വെൽ. അപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജോലിക്കാരെങ്ങനെയായിരുന്നു? വർക്കേഴ്സാണ്, സീമെനാണ്, കപ്പലിലെ ജോലിക്കാരാണ്. ഈ കപ്പലിലെ ജോലിക്കാരെങ്ങനെയായിരുന്നു? സെർട്ടൻലി, ഉറപ്പായിട്ടും, ഷുവർലി എന്നൊക്കെ പറയുന്നത് സെർട്ടൻലി എന്ന് പറയാം. ഡിഡ് നോട്ട് ലുക്ക് വെൽ, നല്ല ഒരു രൂപത്തിലല്ല അവരുള്ളത്, അല്ലേ?
കണ്ടാൽ തന്നെ എന്താണ് ഏതുപോലെ എന്തോ അസുഖമുള്ളതുപോലെ അവരെ തോന്നിക്കും. ദ കംപ്ലൈൻറ്റ് ഓഫ് ജനറൽ മാലൈസ് എന്ന് പറയാണ്. മാലൈസ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഇൽനെസ് എന്ന് പറയാണ്, രോഗാതുരമായ അവസ്ഥ. അതിനാണ് ഫീലിംഗ് ഓഫ് ഇൽനെസ്, അതിനാണ് മാലൈസ് എന്ന് പറയാം. ഇനി ദ കംപ്ലൈൻറ്റ് എന്ന് പറയാണ്. അപ്പം ഈ ജോലിക്കാർ പരാതിപ്പെട്ടു ഓഫ് ജനറൽ മാലൈസ് അല്ലേ. അപ്പോൾ അവർക്ക് സുഖമില്ല, എന്തോ പ്രശ്നമുണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താണ് രോഗാതുരമായിട്ടുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടെന്ന് അവർ പരാതിപ്പെട്ടു. ഓഫ് ഇൻറ്റൻസ് ഹെഡേക്ക്, ഇനി അവരുടെ രോഗവിവരങ്ങൾ ഡോക്ടറോട് പറയാണ്. ഓഫ് ഇൻറ്റൻസ് ഹെഡേക്ക് എന്ന് പറയാണ്. ഇൻറ്റൻസ് ആണ് വെരി സ്ട്രോങ് എന്നുള്ള അർത്ഥമാണ്, തീവ്രമായ. അപ്പോൾ വളരെ തീവ്രമായ തലവേദന അവർക്കുണ്ട്. ആൻഡ് റാക്കിംഗ് ബോൺ പെയിൻ എന്ന് പറയാണ്. റാക്കിംഗ് എന്ന് പറഞ്ഞാൽ കോസിങ് ഗ്രേറ്റ് ഫിസിക്കൽ ഓർ മെൻ്റൽ പെയിൻ ആണ് റാക്കിംഗ് എന്ന് പറയാം. എന്ത് സമ്മാനിക്കുന്ന, മാനസികവും ശാരീരികവുമായി വലിയ വേദന സമ്മാനിക്കുന്ന, അതിനാണ് റാക്കിംഗ് എന്ന് പറയാം. ഇനി അവർക്കുള്ളത് എന്താണ്, ശക്തമായ തലവേദനയുണ്ട്. ആൻഡ് റാക്കിംഗ് ബോൺ പെയിൻസ് എന്ന് പറയാണ്. അവരെ എല്ലിൽ തുളച്ച് കയറുന്നത് പോലത്തെ വേദന, ഭയങ്കര വേദനയും നല്ല തലവേദനയും അവർക്കുണ്ടെന്ന് ഡോക്ടറോട് ആര് പറയാണ്, ഈ 2 കപ്പലിലെ ജോലിക്കാർ പറയുന്നു. ദേ ലുക്ക്ഡ് ഫ്രൈറ്റൻ ടു. ഇന്നത് മാത്രമല്ല, ഈ രോഗം കാരണം എന്താണ് അവർ ഏതുപോലെ തോന്നിക്കുന്നു എന്ന് പറയാണ്, വളരെ പേടിച്ച ഒരവസ്ഥയിലാണ് ഈ 2 ജോലിക്കാരുള്ളത്. ആസ് ഐ ആസ്ക്ഡ് ദം ടു സ്ട്രിപ്പ് ആൻഡ് ബിഗാൻ മൈ എക്സാമിനേഷൻ. സ്ട്രിപ്പ് ചെയ്യാൻ എന്താ, റിമൂവ് ദ ക്ലോത്ത്സ് എന്നർത്ഥമാണ്, വസ്ത്രം ഒഴിവാക്കുക. അതിനെന്ത് പറയാം, സ്ട്രിപ്പ് ചെയ്യാന്ന് പറയാം. അപ്പം അദ്ദേഹം എന്ത് പറഞ്ഞു അവരോട്, വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് അല്ലേ, വസ്ത്രം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ബിഗാൻ മൈ എക്സാമിനേഷൻ എന്ന് പറയാണ്. എന്നിട്ട് അയാൾ എന്താ ആരംഭിച്ചു എന്ന് പറയാണ്, അദ്ദേഹത്തിൻ്റെ പരിശോധന അദ്ദേഹം ആരംഭിക്കുന്നു. ബോത്ത് വെയർ ഫീവേർഡ് എന്ന് പറയാണ്. ഇനി അയാൾ പരിശോധനയിൽ കണ്ടെത്തിയ എന്താണ്, 2 പേർക്കും നന്നായി പനിയുണ്ടായിരുന്നു. വിത്ത് തിക്ലി ഫേർഡ് ടങ്സ് എന്ന് പറയാണ്. ഇനി നാവൊക്കെ എന്തായിട്ടുണ്ടെന്ന് പറയാണ്, നന്നായി കട്ടി കൂടുക അല്ലേ. ഒക്കെ വലിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ്. നാവ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കട്ടി പിടിച്ച അവസ്ഥയിലാണ്. അതുപോലെ ഡ്രൈ ആവെന്ന് പറയില്ലേ, വരണ്ട നാവ്, കട്ടി കൂടി വരണ്ട നാവായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡ്രൈ സ്കിൻ എന്ന് പറയാണ്. പിന്നെ തൊലിയൊക്കെ എന്തായിട്ടുണ്ട്, വരണ്ട രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. വിച്ച് ഈസ് നേച്ചേഴ്സ് ഗ്രേവസ്റ്റ് വാർണിംഗ്. ഗ്രേവസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സീരിയസ് എന്നർത്ഥമാണ്. ഇത് തീർച്ചയായിട്ടും ഇപ്പം ഈ വരണ്ട ചർമ്മവും അതേപോലെ കട്ടി കൂടിയ നാവും എന്താണ്, വിച്ച് ഈസ് നേച്ചേഴ്സ് ഗ്രേവസ്റ്റ് വാർണിംഗ് എന്ന് പറയാണ്. അപ്പോൾ പ്രകൃതിയുടെ ഗൗരവമുള്ള മുന്നറിയിപ്പാണിത്. അല്ലെങ്കിൽ അല്ലേ, പ്രകൃതി എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ സ്വഭാവം കാണിക്കുന്നത് എന്താണ്, വലിയ ഒരു മുന്നറിയിപ്പാണ്, വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഇവരുടെ ശരീരം കാണിക്കുന്നത്. ആൻഡ് ദെൻ ടു മൈ ഹൊറർ. ഇനി അത് മാത്രമല്ല, ടു മൈ ഹൊറർ, ഹൊറർ മീൻസ് എന്താണ്, ഫിയറാണ്, പേടി. ഇദ്ദേഹത്തിന് എന്താണ്, തൻ്റെ പേടിയിലേക്കായിട്ട് മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗേഴ്സ് ബിക്കെയിം അവെയർ ഓഫ് സ്കാറ്ററിങ് ഓഫ് ഹാർഡ് ലിറ്റിൽ നൊഡ്യൂൾസ്. ഇനി എന്തുകൂടെ സംഭവിക്കുന്നുണ്ട്, മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗേഴ്സ് എന്ന് പറയാണ്. പാൽപിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ തടവി നോക്കൂലേ, അപ്പോൾ അയാളിങ്ങനെ വിരൽ വെച്ച് ശരീരത്തിൽ ഇങ്ങനെ തടവി നോക്കുകയാണ്. അപ്പോൾ ആ സമയം പാൽപിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ, തടവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗേഴ്സ്, അപ്പോൾ അതിങ്ങനെ അവരുടെ ദേഹത്ത് ഇങ്ങനെ വിരൽ കൊണ്ട് തടവി നോക്കുന്ന സമയത്ത് ബിക്കെയിം അവെയർ ഓഫ് എ സ്കാറ്ററിങ് ഓഫ് ഹാർഡ് ലിറ്റിൽ നൊഡ്യൂൾസ് എന്ന് പറയാണ്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ, സ്കാറ്ററിങ് എന്നാൽ അവിടെയും ഇവിടെ എന്ന് പറയില്ലേ, അതിനാണ് സ്കാറ്റർ ചെയ്യുക എന്ന് പറയുന്നത്, സ്കാറ്ററിങ്. നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പ് എന്നുള്ളതാണ്, പ്രത്യേക രൂപമില്ലാത്ത. അപ്പോൾ അദ്ദേഹം അവരുടെ ദേഹത്ത് ഇങ്ങനെ തടവി നോക്കൂല, വിരൽ കൊണ്ട് ഇങ്ങനെ തടവി പരിശോധന നടത്തുന്ന സമയത്ത് എന്ത് ബോധ്യപ്പെട്ടെന്ന് പറയാണ്, അവരുടെ ദേഹത്ത് അവിടെയും ഇവിടെയുമായിട്ട് ഹാർഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലിറ്റിൽ നൊഡ്യൂൾസ് ആണ്, ചില പ്രത്യേക രൂപങ്ങൾ അല്ലേ, കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ തടവി നോക്കുമ്പോൾ ഉണ്ടായി എന്ന് പറയാണ്. മീൻസ് അത് അയാൾക്ക് ബോധ്യപ്പെട്ടു, ചില ഷേപ്പുകൾ, രൂപങ്ങൾ എന്താണ് അവരുടെ ദേഹത്തുണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അണ്ടർ ദ റിസ്റ്റ് സ്കിൻ ഓഫ് ഈച്ച് മാൻ, അതും അവരുടെ എന്താണ്, റിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, കൈയിൻ്റെ മണിബന്ധത്തിന് താഴെയായിട്ട് അവിടെയുള്ള തൊലിക്ക് താഴെയൊക്കെ എന്താണ്, അദ്ദേഹം ഈ ഒരു ഷേപ്പുകൾ അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് ആൻ അൺമിസ്റ്റേക്കബിൾ സിംറ്റം ഓഫ് സ്മോൾ പോക്സ്. ഇനി പറയാണ്, ഇപ്പോൾ ഡോക്ടർക്ക് ബോധ്യപ്പെട്ടു, ഇറ്റ് വാസ് ആൻ അൺമിസ്റ്റേക്കബിൾ അല്ലേ,
ഒരിക്കലും തെറ്റാത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ അടയാളം നിലനിർത്താൻ ആ സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. ഇപ്പം വസൂരി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്തുള്ളൊരു അസുഖമാണ് വസൂരി. ഇപ്പം നമ്മൾ പൊട്ടി എന്നൊക്കെ പറഞ്ഞതിന് പറയാറുണ്ട്. പണ്ട് കാലത്ത് ഈ വസൂരി എന്ന് പറയുന്നതാണ് വലിയ ഒരു വിപത്തായിരുന്നു, ഒരു മഹാമാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സ്മോൾ പോക്സ് എന്നുള്ളതിൻ്റെ ഒട്ടും തെറ്റാതെ തന്നെ ഇവർക്ക് എന്താണ് വസൂരിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടെന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഡോക്ടർക്ക് എന്ത് ബോധ്യപ്പെട്ടു എന്ന് പറയാണ്, ഇവർക്ക് എന്തുണ്ടെന്ന് ബോധ്യപ്പെട്ടു, ഇവർക്ക് സ്മോൾ പോക്സ് ആണെന്നുള്ളത് ബോധ്യപ്പെട്ടു. ഇനിയോ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ എന്ന് പറയാണ്. ഇനി അത് മാത്രമല്ല, ഇനി ഡോക്ടറുടെ ഒരവസ്ഥ പറയുന്നുണ്ട്. ഡോക്ടർ എങ്ങനെയാണ്, യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ എന്ന് പറയാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം എന്താണ്, കൂടുതൽ അനുഭവങ്ങളില്ല, ചെറുപ്പക്കാരനുമായതുകൊണ്ട് തന്നെ ഐ ഹാഡ് നോട്ട് ലേൺ ടു കൺട്രോൾ മൈ ഫീലിങ്സ് എന്ന് പറയാണ്. ഡോക്ടർ എന്ത് പഠിച്ചിട്ടില്ല എന്ന് പറയാണ്, പഠിച്ചിട്ടില്ലായിരുന്നു ടു കൺട്രോൾ മൈ ഫീലിങ്സ്. അപ്പോൾ ഇവരുടെ ഈ അസുഖബാധിതമായ അവസ്ഥ കണ്ട് തൻ്റെ വികാരങ്ങളെ അദ്ദേഹത്തിന് എന്താണ് നിയന്ത്രിക്കാൻ അയാൾ പഠിച്ചിട്ടില്ല. കാരണം എന്താണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ രോഗിയുടെ മുമ്പിൽ എന്താണ് ഈ കാര്യങ്ങൾ മറച്ചു വെക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഒക്കെ മറച്ചു വെക്കാൻ പറ്റും. ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരനായതുകൊണ്ടും ജോലിയിൽ കൂടുതൽ അനുഭവങ്ങളില്ലാത്തതുകൊണ്ടും തൻ്റെ ഫീലിങ്സ് പോലും മറച്ചു വെക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ഓൾട്ടേർഡ് വിസിബിളി പറയാണ്. ഇത് കണ്ടപ്പോൾ ഈ രോഗികൾക്ക് ഈ അടയാളം കണ്ടതോടുകൂടി മൈ എക്സ്പ്രഷൻ അയാളുടെ പ്രകടനമല്ല, ഭാവഭേദം അല്ലെങ്കിൽ മുഖത്തുള്ള ഭാവം എന്തായിരുന്നു, മസ്റ്റ് ഹാവ് ഓൾട്ടേർഡ് എന്ന് പറയാണ്. തീർച്ചയായിട്ടും ഓൾട്ടേർഡ് മീൻസ് ചേഞ്ച്ഡ്, അതിൽ മാറ്റം വന്നു. വിസിബിളി എല്ലാവർക്കും ദൃശ്യമാകുന്ന രൂപത്തിൽ തന്നെ അയാളുടെ മുഖഭാവത്തിൽ വ്യത്യാസമുണ്ടായി, മാറ്റമുണ്ടായി. ഫോർ ഓൾ ദ സെറാങ് സെഡ് നത്തിങ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും നമ്മുടെ സെറാങ് ഹസൻ എന്താണ്, അവനൊന്നും പറഞ്ഞില്ല. ഹിസ് ലൈൻഡ് ആൻഡ് ബാറ്റേഡ് ഫേസ് അസ്യൂംഡ് എ ലുക്ക് ഓഫ് ഡീപ്പർ ഗ്രാവിറ്റി എന്ന് പറയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹസൻ്റെ മുഖത്തെക്കുറിച്ച് ചുളിവുകളുള്ള ബ്രോക്കൺ ഫേസ് എന്ന് പറയാണ്. അവിടെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞാന്നൊക്കെ പറയില്ലേ, ഈ മുഖക്കൂരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മുഖത്ത് എന്താണ്, അസ്യൂംഡ് എ ലുക്ക് ഓഫ് ഡീപ്പർ ഗ്രാവിറ്റി എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ത് തോന്നുകയാണ്, ഒരു ഗ്രാവിറ്റി അപ്പോൾ ഒരു വലിയ ബോധം അല്ലെങ്കിൽ എന്താണ്, ഒരു വലിയ ജ്ഞാനമുള്ളത് പോലെയുള്ള, അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്നുള്ള രൂപത്തിൽ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും ആരുടെ മുഖത്തില്ല, ഹസൻ്റെ മുഖത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പേടിയൊന്നും ഹസൻ കാണിച്ചില്ല എന്നാണ് പറയുന്നത്. ഹറീഡിലി എന്ന് പറയാണ്, ക്യുക്കിലി എന്ന് പറയാണ്, പെട്ടെന്ന് പറയാണ്. എങ്ങനെയാണ് ഹറീഡിലി എന്ന് പറയാം, ക്യുക്കിലി ഓർ ഫാസ്റ്റ്ലി വിത്ത് ബീറ്റിംഗ് ഹാർട്ട് എന്ന് പറയാണ്. ഡോക്ടർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ബീറ്റ് ചെയ്യാണ്, ഹൃദയമിടിപ്പ് അത് വർദ്ധിക്കുകയാണ്. ഐ മെയ്ഡ് മൈ വേ ടു ദ ബ്രിഡ്ജ് എന്ന് പറയാണ്. അയാൾ നേരെ എവിടേക്ക് പോയി എന്ന് പറയാണ്, അവിടെ ബ്രിഡ്ജാണ്, ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അവിടേക്ക് അദ്ദേഹം പോയി എന്ന് പറയാണ്. ഇനി അദ്ദേഹം അവിടേക്ക് പോകാനുള്ള കാരണം പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ഹാമ്പിൾ, ഇത് റാണഗാഞ്ചി എന്നുള്ള കപ്പലിൻ്റെ കപ്പിത്താനാണ് ഹാമ്പിൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വരച്ചു വെക്കണം, ക്യാപ്റ്റൻ ഹാമ്പിൾ എന്നുള്ളിടത്ത്. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് നോട്ട് ദർ എന്ന് പറയാണ്. അപ്പം അദ്ദേഹം ആരെ തേടി പോയതാണ്, ക്യാപ്റ്റൻ ഹാമ്പിളിനെ തേടി പോയതാണ്. അപ്പോൾ ക്യാപ്റ്റൻ ഹാമ്പിൾ എന്താണ്, അവിടെ ഇല്ല. ബട്ട് ഇൻ ദ ചാർട്ട് റൂം ബിലോ, അപ്പോൾ അദ്ദേഹം എവിടെയില്ല, ബ്രിഡ്ജിൻ്റെ അടുത്ത് തേടിപ്പോയി, അവിടെ ഇല്ല. അയാൾ ചാർട്ട് റൂമിൽ, താഴത്തുള്ള ചാർട്ട് റൂമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്പ്ലി ഐ ബേസ്റ്റ് ഇൻ എന്ന് പറയാണ്. ബേസ്റ്റ് എന്താണ്, ടു എൻ്റർ ഇൻ, പ്രവേശിക്കുക എന്നുള്ളതാണ് ബേസ്റ്റ് ഇൻ എന്ന് പറഞ്ഞാൽ. ഇനിയോ ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്പ്ലി ആസ് ഐ ബേസ്റ്റ് ഇൻ, അയാൾ പെട്ടെന്ന് ഹാമ്പിളുടെ റൂമിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് ഒന്ന് ഗൗരവത്തോടു കൂടി ആര് നോക്കുകയാണ്, ക്യാപ്റ്റൻ ഹാമ്പിൾ ഡോക്ടറെ നോക്കുന്നു. സർ മൈ വോയിസ് ബ്രോക്ക് എന്ന് പറയാണ്. ഒരു ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം ക്യാപ്റ്റൻ ഹാമ്പിളിനെ വിളിക്കുകയാണ്. ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മോൾ പോക്സ് ഓൺ ബോർഡ് എന്ന് പറയാണ്. ഇനി അദ്ദേഹം കാര്യം അറിയിക്കുകയാണ്, ഇവിടെ ഉള്ള ഈ സംഭവം അയാൾ ആരെ അറിയിക്കുകയാണ്, ക്യാപ്റ്റൻ ഹാമ്പിളിനെ അറിയിക്കുകയാണ്. ഐ ഹാവ് ടു റിപ്പോർട്ട്, എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്മോൾ പോക്സ് ഓൺ ബോർഡ് അപ്പോൾ വലിയ ഒരു വസൂരി അല്ലെങ്കിൽ എന്താണ്, ഒരു മഹാമാരി കപ്പലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ആരെ അറിയിക്കുകയാണ്, ക്യാപ്റ്റൻ ഹാമ്പിളിനെ അറിയിക്കുന്നു. 2 ഓഫ് ദ ഡെക്ക് ഹാൻഡ്സ് എന്ന് പറയാണ്. ആർക്കാണുള്ളത്, കപ്പലിലെ 2 ജോലിക്കാർക്കാണ് ഇതുള്ളതെന്ന് ആ ഒരു വിവരം ആരറിയിക്കുകയാണ്, ക്യാപ്റ്റൻ ഹാമ്പിളിനെ എജെക്രോണിനെ അറിയിക്കുന്നു. ഐ സോ ഹിസ് ലിപ്സ് ഡ്രോ ടൈറ്റ്ലി ടുഗദർ. അപ്പോൾ ആ സമയത്ത് എന്ത് കണ്ടു, എജെക്രോണി പറയാണ്, അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ, ക്യാപ്റ്റൻ ഹാമ്പിൾ തൻ്റെ ചുണ്ടുകൾ എന്താണ്
ഒന്ന് അമർത്തി പിടിക്കുകയാണ് കേട്ടോ, അമർത്തി പിടിക്കുന്നു. ഹി വാസ് എ തിക്കസ്റ്റ് മാൻ ഓഫ് 55. ഇനി ആരെക്കുറിച്ച് പറയാണ്? ക്യാപ്റ്റൻ ഹാമ്പിളുടെ പ്രത്യേകത പറയാണ്. ഹി വാസ് എ തിക്കസ്റ്റ് മാൻ. തിക്കസ്റ്റിനോട് ഫാറ്റ് എന്നുള്ള അർത്ഥമാണ്. 55 വയസ്സായിട്ടുള്ള ഒരു തടിച്ച മനുഷ്യനായിരുന്നു ആര്? നമ്മുടെ ക്യാപ്റ്റൻ ഹാമ്പിൾ. നോൺ ആസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്കമുള്ള ഒരാളായിട്ട്, മീൻസ് അത് പാലിക്കുന്ന ഒരാൾ കൂടിയാണ്. ബട്ട് ഓൾസോ ആസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ. ജസ്റ്റ് എന്നാൽ ഫെയർ ഇൻ ജഡ്ജ്മെൻറ്റ് എന്നുള്ള അർത്ഥമാണ്, നീതിയുള്ള. അപ്പോൾ അദ്ദേഹം എന്തുകൂടെയാണ്? നന്നായിട്ട് അല്ലേ അച്ചടക്കമുള്ള, അതോടൊപ്പം വളരെ നീതിയുള്ള, അതിനാണ് ജസ്റ്റ് എന്ന് പറയാം, വളരെ നീതിയുള്ള ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ, നല്ല മനസ്സുള്ള, കൈൻഡ് എന്ന് പറയില്ല, വളരെ ദയയുള്ള, അങ്ങനെയൊക്കെ നല്ല ഒരു മനസ്സ് കൂടിയുള്ള ഓഫീസറായിരുന്നു ആര്? ക്യാപ്റ്റൻ ഹാമ്പിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇത് ഈ കപ്പൽ ആരുടേതാണ്? ബ്രിട്ടീഷുകാരുടേതാണ്. അതിൻ്റെ മെയിൻ കൺട്രോളക്കാർക്കുള്ളത്, ബ്രിട്ടീഷുകാർക്കുള്ളത്, ജോലിക്കാർ മാത്രമാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. സോ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആരുടെ പ്രത്യേകതകൾ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ക്യാപ്റ്റൻ ഹാമ്പിളിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 55 വയസ്സായിട്ടുള്ള ഒരു തടിച്ച ആളായിരുന്നു ക്യാപ്റ്റൻ ഹാമ്പിൾ. അദ്ദേഹം വളരെ അച്ചടക്കമുള്ള ഒരു ഓഫീസറായിരുന്നു, ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഓഫീസറാണ്. അതോടൊപ്പം വളരെ നീതിയുള്ള, നല്ല മനസ്സുള്ള ഒരു ഓഫീസർ കൂടിയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഹാമ്പിൾ. ഡോക്ടർ ഹീസഡ് ഇപ്പം മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഹീസഡ് പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഡ്രോയിങ് അപ്പ് അറ്റ് ലാസ്റ്റ് ആൻഡ് കമ്മിങ് ക്ലോസ് ടു മീ. അപ്പോൾ അവിടെ നിന്ന് എണീറ്റുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയാണ്, ഹിസ് വേർഡ്സ് അൺമിസ്റ്റേക്കബിളി ക്രീം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ്? കുറച്ച് ഗൗരവമുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ലിസൺ, യു ആർ ഇൻ ദ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഇനിയാളെ വളരെ ഗൗരവത്തിൽ ക്യാപ്റ്റൻ ഹാമ്പിൾ പറയാണ്, നിങ്ങളാണ് ഈ കപ്പലിൻ്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. അത് മൊത്തം നിങ്ങൾക്കുള്ളതാണ്, എൻറ്റയർലി അല്ലേ. അത് ഈ കപ്പലിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്കാകുന്നു. ഐ കാൺട്ട് ഗീവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. അയാൾ പറയാണ്, ഇവിടെ സ്മോൾ പോക്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് എന്താണ്, അങ്ങനെയൊക്കെ ആയിട്ട് പോലും എൻ്റെ ഒരു ജോലിക്കാരെയും നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. ഐ ആം ഓവർലോഡഡ്. പറയണ ആൾ, എനിക്കിപ്പം തന്നെ എന്തുണ്ട്, അമിത ജോലി തനിക്കുണ്ട്. ആൻഡ് അണ്ടർ സ്റ്റാഫ്ഡ് എന്ന് പറയാണ്. അണ്ടർ സ്റ്റാഫ് പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ കുറവ്, അതിന് അണ്ടർ സ്റ്റാഫ്ഡ് എന്ന് പറയാം. ഹാവിങ് 2 people to ഡു ആക്ഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പം അണ്ടർ സ്റ്റാഫ് പറഞ്ഞാൽ ജോലിക്കാർ കുറവ്. അപ്പോൾ അയാൾ പറയാണ്, ഇപ്പം തന്നെ സ്റ്റാഫിൻ്റെ കുറവും അമിതമായിട്ടുള്ള ജോലിയും തനിക്കുണ്ട്. ബട്ട് ഐ ആം ഗോയിങ് ടു ഗീവ് യു ദ സെറാങ്. ഇനി പറയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ആരെ നൽകുന്നു എന്ന് പറയാണ്? ഈ സെറാങ്ങിന് അല്ലെ ഹസൻ എന്നുള്ള ഈ ഓഫീസറെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ബിലീവ് മീ. എന്നിട്ട് പറയാണ്, എന്നെ വിശ്വസിച്ചാലും, ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. ഇത് സെറാങ്ങിനെ കുറിച്ചുള്ള അല്ലെ ഹസനെ കുറിച്ചുള്ള ക്യാപ്റ്റൻ ഹാമ്പിളിൻ്റെ വാക്കുകളാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹസൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാം. എന്താ അദ്ദേഹം പറയുന്നത്? ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ് എന്ന് പറയാണ്. എനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ഇയാളാണ്, ഈ ഹസൻ എന്നുള്ള ഈ ഓഫീസറാണ്. യു ഹാവ് ഗോട്ട് ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ആ ഡോക്ടറോട് ഉത്തരവാദിത്തം പറയണം. യു ഹാവ് ഗോട്ട് ടു കീപ് ദിസ് ഫ്രം സ്പ്രെഡിങ്. ഇത് സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണ്, എപ്പിഡമിക്കാണ്, പകർച്ചവ്യാധിയാണ്. അതുകൊണ്ട് ഇത് തടയേണ്ടത് അല്ലേ, ഇതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു. ആൻഡ് വാട്ട്സ് മോർ, ഡോണ്ട് ലെറ്റ് എ വിസ്പർ ഓഫ് ഇറ്റ് ഗെറ്റ് ഔട്ട് ഓർ വി വിൽ ഹാവ് എ ബ്ലഡി പാനിക്. ഇനി അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി എന്തുകൂടെ ചെയ്യണം? ആൻഡ് വാട്ട്സ് മോർ, അതുകൂടാതെ തടയൽ, രോഗം എന്താണ്, പകർച്ച നിലക്ക് അതിനെ തടയണം. അതോടൊപ്പം അതിൽ കൂടുതലായിട്ട് ഡോണ്ട് ലെറ്റ് എ വിസ്പർ ഓഫ് ഇറ്റ് ഗെറ്റ് ഔട്ട് എന്ന് പറയണം. ഇനി എന്താ വരുന്നത് പറയാണ്? ഇതിനെക്കുറിച്ച് ഒരു സംസാരവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു സംസാരം എവിടെയാണ്? കപ്പലിലുള്ളവർ അറിയരുത്. ഓർ വി വിൽ ഹാവ്, ഇനി അഥവാ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ എന്തുണ്ട്, സ്മോൾ പോക്സ് എന്നുള്ള ഒരു മഹാമാരി അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി കപ്പലിൽ നിന്ന് അറിയുകയാണെങ്കിൽ എ ബ്ലഡി പാനിക് എന്ന് പറയാണ്. ബ്ലഡി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എന്നുള്ളതാണ്, പാനിക് ആണെന്നാണ്, ഫിയർ എന്നുള്ളതാണ്. അവർക്കിടയിൽ എന്തുണ്ടാകും എന്ന് പറയാണ്? വലിയ ഒരു ഭീതി അവർക്കിടയിൽ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇത്
പ്രത്യേകിച്ച് എന്താണ് കപ്പലിലുള്ള ആളുകൾ അറിയാനും പാടില്ല എന്നുകൂടെ ആര് ഇൻഫോം ചെയ്യാണ്, ഒരു വാർണിംഗ് ആയിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് ഡോക്ടറോട് ക്യാപ്റ്റൻ ഹംബിൾ പറയുന്നു. ഐ ലെഫ്റ്റ് ദ ചാർട്ട് റൂം എന്ന് പറയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഹംബിളിൻ്റെ റൂമിൽ നിന്നും ആര് പുറത്തേക്ക് വന്നു എന്ന് പറയാണ്. ഇദ്ദേഹം അവിടെ വിട്ടേച്ച് പോന്നു. റിയലൈസിങ് വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക് എന്നല്ലേ അയാൾ തിരിച്ചറിഞ്ഞു എന്ന് പറയാണ്. വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക്. അപ്പോൾ ഓൾറെഡി അയാൾക്ക് എന്താണ് അല്ലെ, അദ്ദേഹത്തിൻ്റെ വയറിനെന്തോ പ്രോബ്ലം അയാൾക്ക് ഫീൽ ചെയ്യാണ്. ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ അല്ലേ, എന്താലോചിക്കുമോ, ഇനി തൻ്റെ വലിയ ഉത്തരവാദിത്വം ആലോചിച്ചുകൊണ്ട് അല്ലേ, വളരെ ദുഃഖകരമായിട്ടുള്ള നിരാശാജനകമായിട്ടുള്ള അവസ്ഥയിലാക്കാണ് ഇനി പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് വല്ലാത്തൊരവസ്ഥ അയാൾക്ക് ഉണ്ടാവുകയാണ്. ആർക്ക്, എച്ച് ഉണ്ടാവുകയാണ്. ഹിയർ വി വെയർ ഇൻ ദ മിഡിൽ ഓഫ് ദ അറേബ്യൻ സീ. ഇനി ഇവരെന്താണ് ഇപ്പോൾ ഉള്ളത്, ഇവർ ഉണ്ടെന്ന് പറയാണ്. എങ്ങനെയാണ്, ഇൻ ദ മിഡിൽ ഓഫ് ദ അറേബ്യൻ സീ എന്ന് പറയാണ്. അറേബ്യൻ സീയുടെ മധ്യത്തിൽ ഇവരുണ്ട്. 1500 പാസഞ്ചേഴ്സ് അബോർഡ് എന്ന് പറയാണ്. 1500 യാത്രക്കാർ എവിടെ ഉണ്ട്. അബോർഡ് മീൻസ് ഓൺ എ ഷിപ്പ് എന്നുള്ളതാണ്. കപ്പലിൽ 1500 യാത്രക്കാരുണ്ട്. നോ മീൻസ് വാട്ട് എവർ ഓഫ് വാക്സിനേറ്റിംഗ് ദം. ഇനി എന്തില്ല, അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയാണ്. നോ മീൻസ് ഒരു മാർഗവുമില്ല, എന്തിന്, വാട്ട് എവർ ഓഫ് വാക്സിനേറ്റിംഗ് ദം, എല്ലാവരെയും പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാൻ മാർഗങ്ങളില്ലതാനും. ആൻഡ് സ്മോൾ പോക്സ് എന്ന് പറയാണ്. ഇനി അവർക്ക് മുമ്പുള്ളത് എന്താണ്, ഒരു മഹാമാരി തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, വലിയൊരു പകർച്ചവ്യാധിയാണ് അവർക്ക് ഇടയിലുള്ളത്. അതേതാണ്, സ്മോൾ പോക്സ് എന്ന വസൂരി എന്ന രോഗമാണ്. ദ മോസ്റ്റ് ഡെഡ്ലി കണ്ടാജിയൻ ഇൻ ദ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസസ് എന്ന് പറയാണ്. ഡിസീസ് എന്ന് പറയാണ്. ഒക്കെ അതെന്താണ്, ഡെഡ്ലി എന്താണ്, ടു കോസ് ഡെത്ത്, മരണത്തിന് കാരണമാകുന്ന. കണ്ടാജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്രെഡ് ഓഫ് ഡിസീസ് ബൈ ക്ലോസ് കോണ്ടാക്റ്റ് അല്ലേ, ഒരാളെ നേരിട്ട് ബന്ധപ്പെട്ടാൽ തന്നെ പെട്ടെന്ന് പകരുന്ന, അതിനാണ് എപ്പിഡമിക് തന്നെയാണ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന, പെട്ടെന്ന് പകരുന്ന ക്ലോസ് കോണ്ടാക്റ്റ് അല്ലേ, അടുത്ത് ബന്ധം സ്ഥാപിച്ച പകരുന്ന ഡിസീസിൻ്റെ, ഇത് രോഗങ്ങളുടെ ഡിക്ഷണറിയിൽ തന്നെ പെട്ടെന്ന് മരണം സംഭവിക്കാവുന്ന, ഒരു ഈസിലി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും എന്താവുന്ന, പെട്ടെന്ന് പകരുന്ന ഒരു രോഗം. ഇതുമായിട്ട് അല്ലേ 1500 യാത്രക്കാരുമായിട്ട് ഒരു കുത്തിവയ്പ്പ് എടുക്കാൻ മാർഗങ്ങളില്ലാതെ അവരിപ്പോൾ ഉള്ളത് എവിടെയാണ്, അറേബ്യൻ സീയുടെ മധ്യത്തിലാണ്. അങ്ങനത്തെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കോംപ്ലക്സ് കണ്ടീഷനാണ് ഡോക്ടർ പറയുന്നത്. ഇതാലോചിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരവസ്ഥ അല്ലേ, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാത്രമാണ് ഇതിലെ ഡോക്ടർ എന്ന് പറയുന്നത്. അയാൾക്കാണ് എന്തിൻ്റെ ഉത്തരവാദിത്വം, ഈ ഡിസീസ് പകരാതെ അല്ലെ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാതെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം. ഇതാലോചിക്കുമ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹം ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.